Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Omatnyatevrantasya Jnananjanasalakhya Chakshurunmilitam yena Tasmai Shri Gurave Namaha. Shri Chaitanya Manobishtam Sthapitam Yena Bhutale Swayam Rupakadam Mahyam Tadati Svapadantikam Vandeham Shri Guru Shri Udavadakamalam Shri Guru Vaishnavamsa Shri Rupam Sakajadam Sahaganarunada Udam Tam Sajivam Sadhvedam Savadudam Parijana Sahidam Krishna Chaitanya Devam Shri Radha Krishna Vada Sahaganarida Shri Vishakanidansha He Krishna Karuna Sindhu Dinabandhu Jagatpade Govesha Gopiya Kandha Radha Kanda Namostude Tatta Kanchana Gauranki Nade Vrindavaneshwari Vrishabhanusude Devi Pranamami Hari Priye Vancha Kalpatarubhyasya Kripa Sindhubhyavacha Paridanam Pavanebhyo Vaishnavebhyo Namo Namaha. Jai Shri Krishna Chaitanya Prabhu Nityananda
ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം ശ്രീഗുരും ഭവതാരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. യദ്യദ്വിഭൂതിമത്സത്വം 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 ശ്രീമദ് ഊർജിതമേവ വാ ശ്രീമദ് ഊർജിതമേവ വാ ശ്രീമദ് ഊർജിതമേവ വാ. യദ്യദ്വിഭൂതിമത്സത്വം ശ്രീമദ്ഭൂജിതമേവ വാ തത്തത് ഏവാവഗച്ഛത്വം തത്തത് ഏവാവഗച്ഛത്വം തത്തത് ഏവാവഗച്ഛത്വം മമ തേജോംശസംഭവം മമ തേജോംശസംഭവം മമ തേജോംശസംഭവം. യദ്യദ്വിഭൂതിമത്സത് ശ്രീമത് സൗന്ദര്യമുള്ളതായോ ഊർജിതം ഏവവ ഊർജിതമായി തന്നെയോ യദ്യത് ഏതേത് സത്വം നിലനിൽപ്പുണ്ടോ തത്തത് അതെല്ലാം മാ എൻ്റെ തേജോംശ സംഭവം തേജസ്സിൻ്റെ അംശത്തിൽ നിന്ന് സംഭവിച്ചതാണെന്ന് ത്വം നീ അവഗച്ഛ അറിയുക. ട്രാൻസ്ലേഷൻ ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് ഭഗവാൻ സ്വാമി പ്രഭുപാദ് കി ജയ്. വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എൻ്റെ തേജസ്സിൻ്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചു തന്നെ എന്ന് മനസ്സിലാക്കുക. കൃഷ്ണൻ എന്താ പറയുന്നത് ഇവിടെ? അതായത് നിങ്ങൾ എന്തെങ്കിലും ഐശ്വര്യമുള്ളതോ സൗന്ദര്യമുള്ളതോ ആയിട്ടുള്ള എന്ത് ഐശ്വര്യങ്ങളായാലും ശരി, എന്ത് സ്ത്രീ ആയാലും ശരി, അതെല്ലാം എൻ്റെ തേജസ്സിൻ്റെ ഒരു അംശത്തിൽ നിന്ന് സംഭവിച്ചാണെന്ന്. എൻ്റെ തേജസ്സെല്ലാം ആണെന്നല്ല പറയുന്നത്. എൻ്റെ തേജസ് ഉണ്ടല്ലോ, എൻ്റെ ഐശ്വര്യത്തിൻ്റെ അതിൻ്റെ ഒരു അംശത്തിൽ നിന്നാണ് അത് വരുന്നതെന്ന് അർത്ഥം. കൃഷ്ണൻ്റെ തേജസ് എങ്ങനെയാണ് വരുന്ന ഒരു അംശം? ഭഗവാന്റെ തേജസ്സിൻ്റെ ഐശ്വര്യത്തിൻ്റെ ബ്യൂട്ടിയുടെ ഭംഗിയുടെ ഒരു അംശത്തിൽ നിന്ന് വരുന്നതാണ് നിങ്ങളീ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ അർത്ഥം. അതായത് ഭഗവാൻ എന്ന് നോക്കുമ്പോൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമോ എങ്ങനെയായിരിക്കും ഭഗവാന്റെ ശക്തി? വളരെ ഭാഗ്യമാണ് നമുക്ക് ഇപ്പോഴ്, പ്രത്യേകിച്ച് ഇന്ന് ഏകാദശി ദിവസം, അത് കാർത്തിക മാസത്തിലെ ചാതുർമാസം അവസാനിക്കുന്ന ഏറെക്കുറെ അടുത്ത് വരികയാണ്. അപ്പോൾ ഈ ഏകാദശി ലാസ്റ്റ് ഏകാദശിയാണ്. ഈ ഏകാദശി അന്ന് അതുപോലെ ഭീഷ്മോജകം സ്റ്റാർട്ടിങ് ആണെന്ന്.
ഈ ദിവസം നമ്മൾക്ക് ഭഗവാനെക്കുറിച്ച് പറയാനോ കേൾക്കാനോ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അത്രയും മൂല്യമാണ്. നിങ്ങൾ എത്രയോ അശ്വമേധയാഗം നടത്തുന്നതിന് തുല്യമാണ് ഇന്ന് ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നു പറയുന്നു. അത്രയും വളരെ ഭാഗ്യമുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും. അല്ലെങ്കിൽ ഇത് തോന്നില്ല അങ്ങനെ. 4 ദിവസമാണ് ഭീഷ്മരെല്ലാവർക്കും അറിയാം. ഭീഷ്മര് 12 മഹാദിനങ്ങളിലെ ഒരാളാണ്. നമുക്ക് എന്താണ് ധർമ്മം എന്ന് പറഞ്ഞു തരാൻ അർഹതയുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ 5 ദിവസം അദ്ദേഹം ഫാസ്റ്റിംഗ് ചെയ്തു. മരിക്കുന്നവരെ ആ സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് 5 ദിവസം കംപ്ലീറ്റ് ഫാസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളും ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. വളരെ വലിയ കാര്യം നമ്മൾ ചെയ്യുന്നത്, ചെറിയ കാര്യമൊന്നുമില്ല. കാരണം എന്തിനു വേണ്ടിയാണ്? ആരെ സന്തോഷിപ്പിക്കാനോ? ഭീഷ്മരെ സന്തോഷിപ്പിക്കാനാണോ? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം കൃഷ്ണൻ്റെ ഒരു ഡ്യൂട്ടിയെ നമ്മൾ ഓർക്കുന്നു. പ്രധാന കാര്യം ഭീഷ്മർ ഭഗവാന്റെ നല്ലൊരു ഭക്തനാണ്. ആ ഭക്തനെപ്പറ്റി നമ്മൾ ഓർക്കുന്നു എന്നർത്ഥം. അപ്പോൾ കൃഷ്ണൻ സന്തോഷിക്കുന്നു. കൃഷ്ണൻ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ കൃഷ്ണൻ്റെ ഡ്യൂട്ടീസിനെ ഓർക്കുമ്പോൾ, നമ്മൾ പ്രേസ് ചെയ്യുമ്പോൾ കൃഷ്ണൻ കൂടുതൽ ഇഷ്ടം അതാണ്. മനസ്സിലായി? നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും ആൾക്കാർ വളരെ പ്രൈസ് ചെയ്യുന്നു, വളരെ നന്നായിട്ട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? എന്താ കാര്യം? ആ കുട്ടി നമ്മുടെയാണ്, അതാണ് കാര്യം. അതുപോലെ കൃഷ്ണൻ്റെ മക്കളാണ് എല്ലാവരും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ആളെപ്പറ്റി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, ഇഷ്ടപ്പെട്ട് പറയുമ്പോൾ കൃഷ്ണൻ വളരെ ഇഷ്ടപ്പെടുന്നു. ഇതിൽ നമ്മൾ മഹാഭാരതത്തിൻ്റെ ഇത് കേൾക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു, കൃഷ്ണൻ വളരെ എന്തോ കാര്യമായിട്ട് ആലോചിച്ചിരിക്കുന്നുണ്ട് അവിടെ ആ ദ്വാരകയിൽ. ആ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് യുധിഷ്ഠിര കടന്നു ചെല്ലുകയാണെങ്കിൽ സംശയം ചോദിക്കാനായിട്ട്, ഒരു കാര്യം അറിയാനായിട്ട് അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ വളരെ എന്തോ കാര്യമായിട്ട് ആരോ സമാധിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറയുന്നത്, ആരെയൊക്കെ ഓർക്കുകയാണെന്നുള്ളത് ഭയങ്കര ഒരു പ്രയാസം മനസ്സിൽ. അപ്പോൾ യുധിഷ്ഠിര ചോദിക്കുക, ഞാൻ അപ്പോൾ എന്താ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, വന്നത് ഒരു കാര്യത്തിലായിരുന്നു, പക്ഷെ വന്നപ്പോൾ അതിനേക്കാൾ വലിയ സംശയം എനിക്ക് വീടുമായിരുന്നു. അതായത് നമ്മൾ വന്ന് സംശയം ചോദിക്കാൻ നിൽക്കുന്ന എല്ലാവരും ഓർക്കുന്ന ആൾ കൃഷ്ണനാണ്. എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യുന്ന കൃഷ്ണൻ. ആ കൃഷ്ണൻ എന്താണ് അത്ര ഇങ്ങനെ ഒരു ചിന്ത ആയിട്ടിരുന്നത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത്, ശരശയിൽ കിടക്കുന്ന ഭീഷ്മര് ആ വേദനയൊന്നും അറിയാതെ എന്നെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പീഡ, ആ വേദനയാണ് ഞാൻ ആലോചിക്കുന്നത്. ശരശയിൽ കിടക്കാനും മരിക്കാൻ വേണ്ടി കത്തെടുക്കുകയാണ്. ആള് എന്നെ തന്നെ ഓർക്കുന്നു, കൃഷ്ണൻ മാത്രം ചിന്തിച്ചായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ആളെ ആണ് ഭഗവാൻ ഓർക്കുന്നവിടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഡിവോട്ടീസിന് ഏത് സമയത്തും അതിൽ പറയുന്നില്ലേ, ഭാഗത്തിൽ പറയേണ്ടത്, ഇതിലും പറയേണ്ടത് ഞാനല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല. അതാണ് എൻ്റെ കാര്യം. മധന്യത്തേന ജാനന്തി, ഞാനല്ലാതെ അവരൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഞാനും അവരെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അർത്ഥം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസം നമ്മളിന്ന് എടുക്കുന്ന ഭീഷ്മോത്സവം എടുക്കുന്നു, ഭീഷ്മരെ നമ്മൾ ഓർക്കുന്നു. ഭീഷ്മരെ നോക്കൂ, എത്ര നല്ല ഡ്യൂട്ടിയാണ്. പക്ഷെ പൊതുവെ ആൾക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടോ? അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല. ഭീഷ്മരെ ശപഥം ചെയ്യുന്നുണ്ട്, ഞാൻ കൃഷ്ണനെ കൊണ്ട് ഇന്ന് ആയുധടിപ്പിക്കുന്നു ഇന്ന്, അല്ലെങ്കിൽ എന്തുണ്ടാവും ഇതൊക്കെ പാട്ടന്മാരൊക്കെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ കൃഷ്ണനെ കൊണ്ട് കൃഷ്ണ ശപഥം തെറ്റിക്കുന്നു പറഞ്ഞു. കൃഷ്ണൻ എന്ന് വെച്ചാൽ ഭഗവാൻ നമുക്കറിയാം, എല്ലാവരും ഭയങ്കര ട്രിക്കിയാണ് ആൾ. അത് പ്രത്യേക തരത്തിൽ ഭീഷ്മര്
കൃഷ്ണൻ ദേഹത്തേക്ക് തന്നെ വിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തായിട്ട് അർജുനന് ഭയങ്കര ദേഷ്യവും. മനസ്സിലായി, അർജുൻ ദേഷ്യമായിട്ട് എന്ത് വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ചാടി നിൽക്കുമ്പോൾ നമ്മുടെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു, വീല് തന്നെ ഒരു വീലെടുത്തിട്ട് ഭീമരുടെ നമ്മുടെ ഭീഷ്മരുടെ കയറിയാൻ നിൽക്കണം. അവിടെ ഭീഷ്മനെ സ്റ്റോപ്പ് ചെയ്തു. കാരണം വെച്ചാൽ ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാൻ ചാൻസ് കിട്ടുന്നത് സ്ട്രേറ്റ്. അവിടെ അർജുനും കാണാം, നമുക്ക് കാണാം ചിത്രത്തിൽ, ഇസ്കോൺ ചിത്രത്തിൽ കാണാം അർജുനും കൃഷ്ണൻ്റെ കാല് പിടിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി കടക്കലുണ്ട്. കൃഷ്ണൻ ഭയങ്കര ദേഷ്യത്തിലാണ്. അത്രയും ക്രോധായിട്ട് നമ്മൾ കൃഷ്ണൻ ഒരിക്കലും കണ്ടു കാണില്ല. അത്രയും ഇതായിട്ട് ദേഷ്യത്തിൽ ഫ്രണ്ട്ലി നിൽക്കുന്നു, കാല് പിടിച്ച് അർജുന ഇവിടേക്ക് വലിക്കുന്നു. അങ്ങനെയാണ്. പക്ഷെ കൃഷ്ണൻ്റെ അടുത്ത് എന്താ ഉണ്ടായിരുന്നു, ഒരു ചക്രമായിരുന്നു, ഇതിൻ്റെ രഥത്തിൻ്റെ ചക്രം. അത് എന്തിനായിരുന്നു ഒരു സംഭവം. അങ്ങനെയുള്ള സീൻ വന്നത്, കൃഷ്ണൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൃഷ്ണൻ ആയുധം എടുത്തിട്ടില്ല, മനസ്സിലായില്ലേ. പക്ഷെ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്ന ആര് പറഞ്ഞു, ഭീഷ്മർ പറഞ്ഞു. അതിന് വേണ്ടിയാണ് കൃഷ്ണൻ അത് ചെയ്യുന്നത്. ആൾക്കാർക്ക് സംശയം തോന്നും എങ്ങനെ ആയുധം എടുത്തോന്നും. പക്ഷേ തൻ്റെ പ്രതിജ്ഞ തെറ്റിയാലും ശരി, കുഴപ്പമില്ല. എങ്ങനെ എൻ്റെ ഡ്യൂട്ടിയുടെ പ്രതിജ്ഞ തെറ്റാൻ പാടില്ല. അതാണ് കൃഷ്ണൻ്റെ ഇതുണ്ടായിരുന്നത്. പക്ഷേ കൃഷ്ണൻ അത് രണ്ടും ആവാവുന്ന തരത്തിലാണ് ആ വീലെടുത്തത്. മറ്റുള്ള ആയുധങ്ങളൊന്നും എടുത്തിട്ടില്ല. കൃഷ്ണൻ്റെ കയ്യിൽ ഇവൻ ഏത് സമയത്തും സുദർശന ചക്രം ഏത് സമയത്തുള്ളതാണ്. പക്ഷെ അതെടുത്തില്ല. ഇത് ജസ്റ്റ് എടുത്തു, പക്ഷേ ആയുധം എടുത്തിട്ടില്ല, മനസ്സിലായില്ല. അങ്ങനെയാണ്. പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ ഈ ഭീഷ്മരുടെ ഇതുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ശപഥം അത് നടന്നു. അത് മാത്രമല്ല, ഭീഷ്മർക്ക് ഇവരെ കൊല്ലാൻ ഇഷ്ടമില്ല പാണ്ഡവരെ, മനസ്സിലായില്ലേ. ഭീഷ്മർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് എല്ലാം നടക്കും. പക്ഷെ ഭീഷ്മർക്ക് ചെയ്യുന്നില്ല അത്. പക്ഷേ ഇവിടെ കൃഷ്ണൻ ഉള്ളതുകൊണ്ട് കൃഷ്ണൻ അല്ലാതെ എന്ത് ചെയ്യും, ഏത് ഭീഷ്മനെ ശ്രമിച്ചാലും എന്ത് കാര്യം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇതിൽ പറയുന്നില്ലേ, കൃഷ്ണനെ ആരാധിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. ഒരു തപസ്സിൻ്റെ ആവശ്യമില്ല. ആരാധിത യതി ഹരി തപസ്സ തഥാക്കിം എന്ന് ചോദിക്കുന്നത്. യതി ഹരീനെ ആരാധിക്കുകയാണെങ്കിൽ തപസ് പിന്നെ തഥാക്കിം, എന്ത് തപസ്സാണെന്ന് പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതാണ് ഒരു തപസ്സിൻ്റെ ആവശ്യമില്ല. കാരണം നാരാധിത ഇതിൽ നടന്ന ആവശ്യം പറയുന്നത്, നാരാധിത യതി ഹരി തപസ്സ തഥാക്കിം. അതാ ഹരീനെ ആരാധിക്കുന്നില്ലെങ്കിൽ പിന്നെ തപസ് എന്താ കാര്യം. നിങ്ങൾ വലിയ തപസ് ചെയ്യുന്നുണ്ടായിരിക്കും, തപസ്സായിരിക്കും. രണ്ടിലും ഒരൊറ്റ ആരാധിത യതി ഹരി ആരാധിത യതി ഹരി, ഒരു നാ വെച്ച് നോക്കുള്ളൂ. ആരാധിത യതി ഹരി തപസ്സ തഥാക്കിം. ഹരീനെ ആരാധിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഭീഷ്മർ ഇവിടെ എന്താണ്, ഏത് സമയത്തും കൃഷ്ണൻ്റെ ആരാധനയാണ്. ഒരു പ്രത്യേക പൊസിഷനിൽ, അതും ഭഗവാനെ തന്നെ അറിയുന്നതാണ്. നമ്മൾ കാണില്ലേ, ഒരു ഹീറോ ഉണ്ടെങ്കിൽ വില്ലനുണ്ടാവും. അത് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ വില്ലത്തുള്ള ആൾക്കാരെ വില്ലനാക്കി വെക്കുന്ന ആരെയാണ്, ഭഗവാനെ തന്നെ ഡ്യൂട്ടിയാണ് ആണ് വെക്കുന്നത്. തൽക്കാലമാണെന്നർത്ഥം, ടെമ്പററി. നമ്മളെ തെറ്റിദ്ധരിക്കും പല ആൾക്കാരും. കൃഷ്ണ അവിടെ വെച്ച് കള്ളം പറഞ്ഞു, കൃഷ്ണ അവിടെ വെച്ച് കള്ളം പറഞ്ഞു, കൃഷ്ണൻ ശബ്ദം തെറ്റിച്ചു എന്നൊക്കെ പറയും. പക്ഷേ എല്ലാവരുടെ ബാക്കിലും ഓരോരോ കാര്യം കണ്ട് കൃഷ്ണ ഒരിക്കലും ശബ്ദം തെറ്റിക്കുന്നില്ല, മനസ്സിലായില്ലേ. കൃഷ്ണൻ ചെയ്യുന്നതെല്ലാം ഈ സമയത്തും റൈറ്റാണ്, റോങ് ഒന്നും കൃഷ്ണൻ ചെയ്യുന്നില്ല. കൃഷ്ണൻ ചെയ്യുന്നത് എന്ത് ചെയ്താലും റോങ്ങായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിലും അല്ല, റോങ് അല്ലാണ്ട് കൃഷ്ണൻ ചെയ്യുന്നതാണ് ശരി, കൃഷ്ണൻ പറഞ്ഞാണ് ശരി. അതാണ്, അത് നമുക്ക് അത് നമ്മൾ ഉറച്ചു നിൽക്കണം ആ കാര്യം. കൃഷ്ണൻ എന്ത് പറഞ്ഞാൽ അത് ശരിയാണ്. യുധിഷ്ഠിരനോട് കള്ളം പറയാൻ പറഞ്ഞു. 1 വർഷം കള്ളല്ലാത്ത തരത്തിലെ കള്ളം പറഞ്ഞു, ഇല്ലേ. ആര് മരിച്ചു എന്ന് പറഞ്ഞ് അശ്വത്ഥം മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ബാക്കിൽ ആ കഥ എല്ലാവർക്കും അറിയാം. പക്ഷേ പല ആൾക്കാരും പിന്നെയും പറയുന്നത്, അതായത് യുധിഷ്ഠിരൻ്റെ രഥം എപ്പോഴും അല്പം മുകളിലാണ് നിന്നിരുന്നത്, മനസ്സിലായില്ല. ഭൂമിയെ തൊടാതെയാണ് അതിൻ്റെ രഥം. പക്ഷേ ഇതിന് ശേഷം രഥം എന്തായി, ഭൂമി കൂടെ സ്പർശിക്കാൻ തുടങ്ങിയ രഥം. അപ്പോൾ അത് അദ്ദേഹം കള്ളം പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ കള്ളം പ്രയോഗിച്ചത് അല്ല. കാരണം കൃഷ്ണൻ ആ ആന അശ്വത്ഥമുള്ള ആ ആന മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്കൊരു പ്രയാസം തോന്നി. ആർക്കും യുധിഷ്ഠിരൻ എന്ത്
ഞാൻ ഇത്രയും വലിയ ധർമ്മപുത്രനാണ്, ഞാൻ ഒരിക്കലും കള്ളം പറയാത്ത ആളാണ്. ഞാൻ ധർമ്മത്തിന് മാത്രം ഞാൻ എങ്ങനെ കള്ളം പറയാം? അതുകൊണ്ടാണ് അത് അടുത്ത് മുട്ടിയത്. കൃഷ്ണൻ എന്ത് പറയാൻ പറഞ്ഞോ അത് ആസിറ്റീസ് എടുക്കണം എന്നർത്ഥം. അങ്ങനെയാണ്. അത് കള്ളമല്ല, കറക്റ്റായിരിക്കും. അത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ എന്തായിരിക്കും. പല ആൾക്കാരും പറയുന്നത് അങ്ങനെയാണ്, ഓപ്പോസിറ്റ്. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ ടച്ച് ചെയ്യാൻ കാരണം ഇതാണ്. എന്താണ്? വേണമെന്ന് തോന്നി, ഇതൊരു കള്ളല്ലേ എന്ന് തോന്നി. അല്ല, കൃഷ്ണൻ എന്ത് പറഞ്ഞാലും എന്താണ് സത്യമാണ്. അത് നമുക്ക് എടുക്കണം. ആ കമൻറ്റ് ആക്സെപ്റ്റേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അർജുനും ഇതിലെ ഗീതയിൽ എന്താ പറയുന്ന അവസാനം? നീ പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിലാക്കി, കരിഷ്യ വചനം തവ, നീ എന്ത് പറയാതെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ആദ്യം എന്തൊക്കെ പറഞ്ഞു, ഞാനത് ഒരിക്കലും ചെയ്യില്ല ആദ്യം പറയുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛൻ, എൻ്റെ മുത്തച്ഛൻ, എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എൻ്റെ ബ്രദേഴ്സ്, അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. പക്ഷേ ലാസ്റ്റിൽ എന്തായി? കൃഷ്ണൻ ശരിക്കും ഉപദേശം കൊടുത്തപ്പോൾ തോന്നി അതാണ് കറക്റ്റ് എന്നുള്ളത്. എന്ത് കൃഷ്ണൻ പറഞ്ഞാണ് കറക്റ്റ്, അതാണ് പറയുന്നത്. നഷ്ടവും മോഹ അതിൽ പറയുന്നത് അതാണ്. എൻ്റെ ആ ഇതുണ്ടല്ലോ, ഇല്യൂഷൻ ഉണ്ടല്ലോ, അതില്ലാതായിരുന്നതാണ്. എന്താ ഇല്യൂഷനായിരുന്നു? എന്തായിരുന്നു? നഷ്ടവും മോഹ സ്മൃതി ലബ്ധ. എനിക്ക് ശരിയായ ഓർമ്മ വന്നു എന്നർത്ഥം. എനിക്ക് ശരിയാണ് ഓർമ്മയുണ്ട്. ആദ്യം എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഈ ഭൗതികമായിട്ടുള്ള കണക്ഷനാണ് എല്ലാം ശരിയെന്ന് ചോദിച്ചു, അല്ലേ? പിന്നീട് മനസ്സിലായി ഇതൊന്നുമില്ല എന്ന്. കൃഷ്ണൻ പറയുന്നുണ്ട് ഇവരൊക്കെ ഒരിക്കലും മരിക്കുന്നില്ല, ഇവരൊക്കെ എന്നും ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയുണ്ടാവും. കാരണം ശരിക്ക് ബ്രഹ്മം എന്നുള്ള പൊസിഷൻ അറിഞ്ഞിരുന്നില്ല. പൊതുവെ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണത്. എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. ഏറെക്കുറെ ആൾക്കാർക്ക് നമ്മൾ ആത്മാവാണ്. പക്ഷെ അത് കൃഷ്ണൻ പറയേണ്ടി വന്നു അവിടെ, നീ ആത്മാവാണ്, ഞാനും ആത്മാവാണ്. പക്ഷെ ഭഗവാൻ എന്താണ്? പരമാത്മാവാണ്. ആണ് വ്യത്യാസം. അല്ലാതെ ഇവർ പറയുന്ന പോലെ നാം ബ്രഹ്മസ്മി തത്വമസ്മി, നീയും അത് തന്നെ, ഞാനും ബ്രഹ്മം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ എന്നുള്ളത്. അപ്പോൾ വേറെ ആളില്ല എന്ന്. അതല്ല, ബ്രഹ്മമുണ്ട്, പക്ഷെ പരംബ്രഹ്മമുണ്ട്. അതാണ് കാര്യം. ആണ് ശരിയായ അറിവ്. നമ്മളെല്ലാവരും ബ്രഹ്മം തന്നെ, പക്ഷെ ബ്രഹ്മം ആരാണ്? കൃഷ്ണ അർജുനൻ്റെ ശരിയായുള്ള വിഷനിൽ പറയുന്നത് അങ്ങനെയാണ്. പരംബ്രഹ്മ, പരംധാമ, പവിത്രം, പരമം ഭവാൻ. നിങ്ങളാരാ? കൃഷ്ണ ആരാണ് ശരിക്കും പറയുകയാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായെന്ന് പറയുന്നത്. ഞാൻ മാത്രമല്ല, അത് പറയുന്നുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇപ്പോൾ കൃഷ്ണൻ്റെ വളരെ ക്ലോസ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്ല. നീ പരംബ്രഹ്മമാണ്, പരംധാമ നീയാണ്, സുപ്രീം അവാർഡ് നീയാണ്. പരംബ്രഹ്മ, പരംധാമ, പവിത്രം, പരമം. നീ പവിത്രമാണ്, പരമമായിട്ടുള്ള ആളാണ്. അതിൻ്റെ മുകളിലേക്കൊന്നുമില്ല. അതിനാണ് പരമം ഭവാൻ. ആഹസ്വ ഋഷിയാ സർവേ, എല്ലാ ഋഷികളും തന്നെ പറയുന്നുണ്ടെന്ന്. ആരൊക്കെ പറയുന്നുണ്ട്? നാരദ ഋഷി പറയുന്നുണ്ട്, അസിതോ ദേവലോ വ്യാസ ഋഷി പറയുന്നുണ്ട്, അസിത ഋഷി പറയുന്നുണ്ട്, ദേവല പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നു. ഇപ്പം നീയും പറയുന്നു, അത് പറയുന്നു. അപ്പോൾ ഞാനത് ആസിറ്റിച്ച് എടുക്കുന്നുണ്ട്. വെറുതെ അല്ല എടുക്കുന്നത്, മനസ്സിലാക്കിയിട്ടാണ് എടുക്കുന്നത് കാര്യങ്ങളൊക്കെ. ആദ്യം തർക്കിച്ച് വന്നിരുന്നു. അല്ല, അറിയാത്തതുകൊണ്ടുള്ള തർക്കം, പിന്നെ അറിഞ്ഞുകൊണ്ടുള്ള തർക്കം ഉണ്ടായില്ലോ. ഞാനത് സൂര്യന് പറഞ്ഞു കൊടുത്തു ചോദിക്കണം, എങ്ങനെ സൂര്യന് പറഞ്ഞു കൊടുക്കും? സൂര്യൻ എത്ര മുന്നേ ഉണ്ടായതാണ്, നമ്മൾ ഒന്നിച്ച് നടക്കാനാണ്. എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അതിന് വിട്ടിട്ടൊന്നുമില്ല, ആസിറ്റീസ് എടുക്കുന്നില്ല. പിന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. നിനക്കൊക്കെ എത്ര ജന്മം ഉണ്ടായി, ഞാനും പലപ്പോഴും വന്നു കഴിഞ്ഞു, പക്ഷേ എൻ്റെ ബോഡി മാറുന്നില്ല, നിൻ്റെ ബോഡി മാറുന്നു, നിനക്ക് ഓർമ്മ ഇല്ല. അപ്പോൾ കൃഷ്ണൻ്റെ കാര്യം. അപ്പോൾ അപ്പോൾ ഭഗവാനോട് പറഞ്ഞല്ലോ, എന്താ പറയുന്നത്? അതായത് എല്ലാം കാണുന്ന ശ്രീമദ് ഊർജിതമേവോ, ഐശ്വര്യ ആയാലും ശരി, സ്ത്രീ ആയാലും ബ്യൂട്ടി ആയാലും ശരി, അതെല്ലാം എന്താണ്? ഭഗവാന്റെ അംശത്തിൻ്റെ സംഭവമാണെന്നുള്ളത്. മമ തേജോംശ സംഭവം, എൻ്റെ തേജസ്സിൻ്റെ അംശത്തിന് വരുന്നതാണ് അതെല്ലാം. അപ്പോൾ എന്തായിരിക്കും ഒറിജിനൽ തേജസ് ആലോചിച്ചു അല്ലേ? ഇങ്ങനെയായിരിക്കും ബ്രഹ്മജ്യോതിയുടെ. നമുക്ക് ബ്രഹ്മജ്യോതിയുടെ ഒരു അംശമാണ്. എന്താണ് ഇപ്പോൾ സൂര്യൻ, നമ്മൾ കാണുന്ന സൂര്യൻ്റെ ലൈറ്റ് കാണുന്നത് ഒരു അംശം മാത്രമാണ്, ഒരു അംശത്തിന് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഒറിജിനൽ സ്ഥിതി എന്നാണ് ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ഞാൻ തന്നെയല്ല, ഞാൻ തന്നെയാണ് എല്ലാം. അല്ല, മറ്റെല്ലാം ഇതിൽ പറയുന്നുണ്ട്, എല്ലാവരും നാരായണൻ്റെ അങ്കച്ചന്മാരാണ്. ദേവ നാരായണ അങ്കച്ച. അണ്ടം ഈ കാണുന്ന എല്ലാവരും ഉണ്ടല്ലോ, ഭഗവാൻ തന്നെയാണ് എൻ്റെ സംഭവം. കാരണം നാരായണ സംഭവം.
പക്ഷെ അങ്ങനെയുള്ള പിന്നെ ദേവന്മാരെന്താ പറയുന്നത്, അങ്കജന്മാരാണ് അവരുടെ നാരായണൻ്റെ ശരിക്കും പറയുന്നു. അപ്പോൾ അതായത് ടോട്ടലി കൃഷ്ണ കോൺഷ്യസ്, കൃഷ്ണനാണ് എല്ലാം സുപ്രീം എന്നെല്ലാം കൃഷ്ണനിൽ പറഞ്ഞു വരുന്നത്. ഭഗവത്ഗീത മുഴുവൻ പറയുന്നത് എന്താണ്? ഗീത മുഴുവൻ പറഞ്ഞു വരുന്നത് ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത് ഞാൻ സുപ്രീം എന്നാണ് വരുന്നുണ്ട്. ഞാനും സുപ്രീം എന്നാണ്. എന്നെ ആർക്കും അറിയില്ല, കാരണം ഇവരുടെയൊക്കെ മുന്നിലുള്ള ആളാണ്. നമ്മെ വിധു സൂര്യഗണ എന്നെ ഇവർക്ക് ദേവന്മാർക്കറിയില്ല, കാരണം ഞാൻ ദേവന്മാരുടെ മുന്നിലുള്ളതാണ്. നമ്മെ വിധു സൂര്യഗണ പ്രഭാവന്ന മഹർഷികൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ആർക്കും അറിയുന്നത് കൃഷ്ണനെ പറ്റിയിട്ട് കൃഷ്ണനെ അറിയുന്നു. കൃഷ്ണൻ പറഞ്ഞാണോ നമുക്കറിയാമെന്ന് മാത്രം. അങ്ങനെയാണ്. അപ്പോൾ മെയിൻ സംഭവം ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യണം? ആൾക്ക് സറണ്ടർ ആവണം. അതാണ് പറഞ്ഞ് അവസാനം ലാസ്റ്റ് വരുന്നത്. ഇതിൽ പറഞ്ഞു വരുന്നത് അഹം സർവസ്യ പ്രഭു. ഇതെന്താണ് ഇതിൻ്റെ ഫസ്റ്റ് ഇത് പറയുന്നില്ലേ? അഹം സർവസ്യ പ്രഭു. ഇതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. പിന്നെ ആരെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇതിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ഇത് വളരെ കറക്റ്റായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതാണ് ഇത്. അതിൽ അഹം സർവസ്യ പ്രഭു മത്താ സർവം പ്രവർത്തനം. എന്നിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത് പറയുന്നത്. എന്നിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. വിധിമത്വപചന്തേമ. ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടാണ് എന്നെ വധിക്കേണ്ടത്. വധിക്കുമ്പോൾ ഇത് അറിയണം. ശരി, കൃഷ്ണൻ തന്നെ നമ്മുടെ കഴിഞ്ഞ ആ പ്രോഗ്രാമിൽ ഗോതൻ ലിഫ്റ്റ് ചെയ്ത ആ സംഭവത്തിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും യജ്ഞങ്ങളോ ഹോമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാലാണ് അതിൻ്റെ ശരിയായ റിസൾട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് അച്ഛനോട്, എന്താണ് എന്തിനു വേണ്ടിയാണ് ഈ യജ്ഞം നടത്തുന്നത്, ഈ ഹോമം നടത്തുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, എന്തിനു വേണ്ടിയാണ് യജ്ഞങ്ങൾ നടത്തുന്നത്? ഏതെങ്കിലും ദേവന്മാരെ സന്തോഷിപ്പിക്കാനായിരിക്കാം, മനസ്സിലായില്ലേ? പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, എന്നെ തന്നെ ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. കൃഷ്ണൻ എല്ലായിടത്തും പറയുന്നത് ഇതാണ്, എന്നെ മാത്രം ഭജിക്കൂ. ശ്രീമദ് ഭാഗവത്തിലും പറയുന്നത് തന്നെയാണ്, അഹമേവ അസി ദേവാഗ്രേ. കൃഷി ഇതിൻ്റെ നമ്മുടെ കൃഷിക്ക് മുന്നേ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. കൃഷിക്ക് ശേഷം പിന്നെ ആരായിരിക്കും അവസാനിക്കുമ്പോൾ? അതും കൃഷ്ണൻ തന്നെ. ബാക്കി എല്ലാവരും പോകുന്നു അർത്ഥം. ബ്രഹ്മോതൊട്ടിൽ എല്ലാം അവസാനിക്കുന്നു. അപ്പം നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടത് ഏതാണ് ശരിക്കും? കൃഷ്ണനായിട്ട് നോക്കും. കൃഷ്ണനെ ഭജിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് കൃഷ്ണൻ്റെ മേഴ്സി കിട്ടുന്നു. അതാണ് കാര്യം. കൃഷ്ണൻ ഭജിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞതിൽ ആദ്യം ഇത് പറയുന്നുണ്ട്. കൃഷ്ണൻ ഭജിക്കാൻ വേണ്ടി എന്ത് വേണം? കൃഷ്ണ ഡ്യൂട്ടീസായിട്ട് കാണാൻ പറയുന്നു. കൃഷ്ണൻ്റെ ഭക്തന്മാരായിട്ടുള്ള അസോസിയേഷൻ കൊണ്ട് മാത്രമാണ് കൃഷ്ണനെ കിട്ടുന്നത്. അതെന്താ കാര്യം? കൃഷ്ണൻ അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അവർ. കൃഷ്ണനെ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവുന്നു? അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്, അതല്ലേ നമുക്ക് തരാൻ പറ്റും. ഗീതയിൽ പറയുന്നുണ്ട്, അതായത് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അവരെ ഇത്തരം ഭക്തന്മാരെ തദ്വിദ്ധി, അവർക്കത് അറിയാം എന്താണെന്നുള്ളത്. തദ്വിദ്ധി അവരോട് പരിപ്രശ്നേന സേവ, നിങ്ങൾ അവരെ സെർവ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കും. ഉപദേശന്തി തേ ജ്ഞാനം, അവർ നിങ്ങൾക്ക് ജ്ഞാനം തരും. ജ്ഞാനിന തത്വദർശന, അവരെ ജ്ഞാനിയാണ്, അറിയുന്നതാണ്. തത്വം എന്താണെന്ന് ശരിക്ക് അറിയുന്ന ആൾക്കാരെന്നർത്ഥം. അപ്പോൾ അത്തരം ആൾക്കാരുള്ള കോണ്ടാക്റ്റിൽ നിങ്ങൾക്ക് എന്തുണ്ടാവുന്നു? അറിവ് കിട്ടുന്നു. ശരിയുള്ള അറിവ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ അറിവിൽ പ്രവർത്തിക്കണം. അങ്ങനെയാണ് നമ്മളത്. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അറിവ് കിട്ടിയാൽ മാത്രം മതിയോ? പ്രവർത്തിക്കണം. കാരണം പ്രവർത്തനം ഇല്ലെങ്കിൽ എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ഇല്ലാതാവും. ഞാൻ പല ആൾക്കാരെയും നോട്ട് ചെയ്തിരുന്നു. ഇവിടെ വരുന്നുണ്ട്, ജ്ഞാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? പല ഡീവിയേഷൻസ് ഉണ്ടാകുന്നു, പല ഭാഗങ്ങൾക്കും മാറിപ്പോകുന്നു. അങ്ങനെ പല ആൾക്കാരും വളരെ കാലഘട്ടം വരുന്ന ആൾക്കാരുണ്ട്. അത് ശരിക്കും അക്സെപ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കൃഷ്ണനെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് മറ്റതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്.
മറ്റുള്ള എല്ലാവിധ കാര്യങ്ങളും. ഇപ്പം നിങ്ങൾ കൃഷ്ണൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ കൃഷ്ണനെ തന്നെ ആരാധിക്കാം വളരെ കറക്റ്റായിട്ട്. അല്ലാതെ ദേവന്മാരെ ആരാധിക്കുന്ന ആൾക്കാർ എവിടേക്ക് പോകുന്നത്? ദേവാൻ എവിടെയാണ് പോകുന്നവർ? ദേവലോകത്തേക്ക് പോകുന്നു. പിതൃന് യാന്തി പിതൃവദാഹ കൃഷ്ണൻ പറയുന്നു. പിതൃക്കളെ വധിക്കുന്ന ആൾക്കാരെ പിതൃക്കളെ നാട്ടിലേക്കാണ് പോകുന്നത്. ഭൂതാനി യാന്തി ഭൂതേജ്യ ഭൂതങ്ങളെയൊക്കെ വർഷിക്കുന്ന ആൾക്കാർ, ആരാധിക്കുന്ന ആൾക്കാർ അവരുടെ ലോകത്തിലേക്ക് പോകുന്നു. പക്ഷേ എന്തുണ്ടാവുന്നു? എന്നെ ഭജിക്കുന്ന ആൾക്കാർ യാന്തി മധ്യാജീവോ മാം മധ്യാജി. എന്നെ ഭജിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്തേക്ക് ഇവിടെ വരുന്നു. അങ്ങനെയാണ്. അപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് ഇപ്പം നിങ്ങൾ കൃഷ്ണൻ ഭജിക്കുന്നുണ്ട്, ആസിറ്റീസ് മാറ്റം എടുക്കുന്നുണ്ട്. ആ ഭൂതപ്രൂത പ്രായം അതിലൊക്കെ അതും എടുക്കുന്നുണ്ട് മനസ്സിൽ. പ്രായത്തിൻ്റെ ചെറുത്താൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ എന്തുണ്ടാവും? നിങ്ങൾ അതെടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പല ആൾക്കാരുണ്ട്. നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചത് കേൾക്കുമ്പോൾ എല്ലാവരും ശരിക്കും ആക്സസ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ മനസ്സിലായിട്ടില്ല, കേട്ടിട്ടും മനസ്സിലായിട്ടില്ല ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് യാന്തി മധ്യാചീനോ അഭിമാം കൃഷ്ണ വളരെ കറക്റ്റായിട്ട് പറയുന്നു. എന്നെ ഭജിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നു നല്ലതാണ്. മറ്റൊരാൾക്കാരെ ഭജിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അവരുടെ ലോകത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അറിയണം നമ്മൾ ആരെ ഭജിക്കണം എന്നുള്ളത് ശരിക്കും. അതെങ്ങനെ ഭജിക്കണം, എന്താ കാര്യം, എങ്ങനെ ഭഗവാനെ ഭജിക്കേണ്ടത്, കൃഷ്ണ ഭജിക്കേണ്ട രീതി എന്താണ്? ഈ പ്രത്യേകിച്ച് ഈ കാലത്ത് നാമജപം വേറെ ഒന്നുമില്ല ഇല്ലേ? നാമജപത്തിൽ കൂടെ നമ്മൾ കൃഷ്ണ ഭജിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ എന്നതാണ്. എന്തുകൊണ്ട് നാമജപം? അതിന് യാതൊരു റിസ്ട്രിക്ഷൻസ് ഇല്ല. അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നില്ല. എങ്ങനെയായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും നാമജപം ചെയ്യാവുന്നതാണ്. അതിന് യാതൊരു നിബന്ധനകളില്ല. പക്ഷേ സ്റ്റെപ്പായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വന്നോളും. ആദ്യം എങ്ങനെയായാലും ശരി സാങ്കേത്യം കാരികാസ്യം ഭാഗവതം പറയുന്നു. നിങ്ങൾ പരിഹസിച്ചിട്ടായാലും ശരി കുഴപ്പമില്ല, നാമം ജപിക്കും. മനസ്സിലായില്ലേ? സാങ്കേത്യം ഒരു അസൈൻമെൻറ്റ് പോലെയായിട്ടായാലും ജപിക്കും, എന്നാലും ജപിക്കും. സ്തോപം മേഖലമേവ ഒരു മ്യൂസിക്കൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണെങ്കിലും ജപിച്ച് ഭജിക്കും എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം പറയാം. വൈകുണ്ഠ നാമഗ്രഹണം അശേഷ അകാരം കിട്ടും. അത് ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും കഴിയും. ആ സമയത്ത് അതിൻ്റെയൊക്കെ കുറേ ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്താലോ, നമുക്ക് കാണാൻ സന്തോഷമുള്ള കാര്യം, കാണാൻ ഭംഗിയുള്ള കാര്യം, കണ്ണിന് കുളിർമയുള്ള കാര്യം, അത് മതി എന്ന് പറഞ്ഞാലോ യജ്ഞങ്ങളും ഹോമങ്ങളും കുറേ ബെറ്ററാണെന്നുള്ള രീതിയിൽ അല്ലേ? ഒരു ഹോമം കൊണ്ടൊക്കെ ഉണ്ടാക്കി അതിലേക്ക് സ്വാഹ പറഞ്ഞിട്ട് നമ്മൾ മന്ത്രം പറഞ്ഞിട്ട് ഇടുകയാണെങ്കിലോ എന്തെങ്കിലും കിട്ടും? ഒന്നും കിട്ടില്ല. അത് കറക്റ്റായിട്ട് പറയുന്നത് ശാസ്ത്രം. കാരണം ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള യജ്ഞങ്ങൾക്ക് പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കാരണം പറയുന്നില്ലേ, സത്യയുഗത്തിൽ അവർ വിഷ്ണുവിനെ ആരാധിക്കാൻ വെറും ധ്യാനത്തോടെ അവർ കാണുമായിരുന്നു. ധ്യാനത്തോടെ. ഇപ്പം ധ്യാനിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒരു സാധനം കാണാൻ പറ്റില്ല ധ്യാനിച്ചു കഴിഞ്ഞാൽ. കാരണം അന്ന് തപശൗചം ദയാ സത്യം ഇതി ഭാരത അതിൽ പറയുന്നത് തപസ്, ശൗചം, ദയ, സത്യം, ഈ 4 ധർമ്മത്തിൻ്റെ കാലുകൾ. 4 കാലുകൾ ധർമ്മത്തിൻ്റെ. മനസ്സിലായി? ഇത് 4 അന്നുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു സത്യയുഗത്തിൽ. സത്യയുഗത്തിൽ ഈ 4 എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് ധ്യാനം പോസിബിളായിരുന്നത്. ആ ധ്യാനം ഇപ്പോഴും നമ്മൾ വെറും കള്ളം പറയുന്ന ആൾക്കാരും അതുപോലെ വളരെ മോശം ആൾക്കാരുള്ള അസോസിയേഷനും ഉള്ള മന്ദാഹ സുമന്ദഹ ഇതിൽ കലിയുഗത്തിലെ ആൾക്കാർ ബുദ്ധിയില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നു. ഭഗവാൻ പറയുന്നത് ക്രിയേറ്ററായി പറയുന്നത്, ഉണ്ടാക്കിയ ആളായി പറയുന്നു. ഈ ലോകത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി ഉണ്ടാക്കിയ ആളായി പറയുന്നത്. ഇവിടുത്തെ സ്ഥിതി എന്താണ്? മന്ദാഹ സുമന്ദ മതയോ മന്ദഭാഗ്യമായി. അവർക്ക് ഭാഗ്യമില്ല. ഭാഗ്യമില്ല. എന്താ കാര്യം ഭാഗ്യമില്ലാത്ത? കൃഷ്ണനെ അറിയുന്നില്ല. ബാക്കിയെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ബാക്കിയെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കൃഷ്ണ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല കൃഷ്ണ ആരാന്നല്ല. മന്ദഭാഗ്യ ഹുദ്രത എന്ന് വെച്ചാൽ ഏത് സമയത്തും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, പ്രയാസങ്ങളായിരിക്കും. ആ സമയത്ത് നിങ്ങൾ യത്നം ചെയ്താൽ കാര്യമില്ല എന്ന് അതുകൊണ്ടാണ് പറയുന്നത്, ഭാഗവതം പറയുന്നത്. അതേ അധ്യായതോ വിഷ്ണു ത്രേധായാം
രജതവും ഒക്കെ എത്ര ദൈവത്തിൽ നിങ്ങൾക്ക് യജ്ഞങ്ങളും ഹോമങ്ങളും ചെയ്യാം. കാരണം അന്ന് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരൊറ്റക്കാലേ പോയിട്ടുള്ളൂ, ധർമ്മത്തിൽ ഒരു കാലേ പോയിട്ടുള്ളൂ. അങ്ങനെ ഇത്ര ചെയ്യാം. ദ്വാപര യുഗത്തിൽ അതും പറ്റില്ല എന്നുള്ളതാണ്. ദ്വാപര യുഗത്തിൽ പോലും ഒന്ന് പറയുന്നത് വെച്ചാൽ വിഗ്രഹാരാധന, ദ്വാപര യുഗത്തിൽ ഹൃദയധ്യായതോ വിഷ്ണു ത്രേതായൊക്കെ ദ്വാപര പരിചര്യായ ദ്വാപര യുഗത്തിൽ നിങ്ങൾക്ക് ടെമ്പിൾ വർഷിപ്പ് വേണം, വിഗ്രഹം മുന്നിൽ വേണം, ആരാധന അങ്ങനെ ചെയ്യണം. കലോത്താത്ത ഹരികീർത്തന ശ്രീമദ് ഭാഗവതം പറയുന്നു. കലി യുഗത്തിൽ അത് കിട്ടുന്നത് വേറെ ഹരികീർത്തനം കൊണ്ടാണ്. അപ്പം നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ? ഇപ്പം നമ്മളെന്താ ഹരികീർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന മുഴുവൻ ഹരികീർത്തനാണ്. കൃഷ്ണ ഹരികീർത്തനം എന്ന് വെച്ചാൽ ആൾക്കാരെ വിചാരിച്ചാൽ നന്നായിട്ട് പാടി ട്യൂണൊക്കെ പാടി വയലിനിട്ടുണ്ട്. അങ്ങനെയല്ല, ഭഗവാനെ കീർത്തിക്കുകയെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രേസ് ചെയ്യാനർത്ഥം, കൃഷ്ണ പ്രേസ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കൃഷ്ണൻ സുപ്രീം പറഞ്ഞാൽ അത് ഭഗവാനെ കീർത്തിക്കലാണ്. പൊതുവെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പല ആൾക്കാർ കീർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. പാട്ട് പോലെയാകുമ്പോൾ ഓക്കെ എന്നുള്ളത്. അങ്ങനെയല്ല, ഭഗവാനെ പ്രേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കീർത്തിക്കാന്ന്, അതാണ് പ്രേസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായാലും മതി, അവിടെ ഭഗവാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ രസം. എന്നെപ്പറ്റി അവിടെ പറയുന്ന അവിടെ ഭഗവാനുണ്ടെന്നുണ്ട്. കൃഷ്ണനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എവിടെ പറയുന്നു? അവിടെ കൃഷ്ണനുണ്ട്. എന്തുകൊണ്ട് കൃഷ്ണനുണ്ട്? കൃഷ്ണനെ കുറിച്ച് പറയുന്നത് കൃഷ്ണൻ കേൾക്കാൻ ഇഷ്ടമാണ്. അതൊക്കെ ഇഷ്ടമാണെന്നില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നമ്മളിരിക്കുമോ? എത്ര ആൾക്കാരുടെ ഒന്നും തിരിച്ചു പോകുന്നുണ്ട്. ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ലോ. പക്ഷെ പലരും ഇരിക്കുന്നു. എന്താ കാര്യം? അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ കൃഷ്ണന് ഇവരോട് ഇരിക്കും. എങ്ങനെയാണെങ്കിൽ നമ്മൾ കൃഷ്ണനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ, കൃഷ്ണൻ അറിയാൻ ആർക്കും സാധിക്കില്ല. ബ്രഹ്മാവിനും കഴിഞ്ഞിട്ടില്ല, ശിവനും കഴിഞ്ഞിട്ടില്ല, ഇല്ല ദേവന്മാർക്കും കഴിഞ്ഞിട്ടില്ല. കൃഷ്ണൻ അറിയാൻ കൃഷ്ണനും അറിയുന്നില്ല. കാരണം കൃഷ്ണൻ്റെ വിസ്തൃതി അതും ബ്രഹ്മാവ് പറയുന്നുണ്ട്. ആകാശത്തിൻ്റെ വിസ്തൃതി ആകാശത്തിന് അറിയില്ല. കാരണം ആകാശത്തിന് എൻഡില്ല. ആകാശത്തിനൊരിക്കലും എൻഡില്ല. അതുപോലെ തന്നെ കൃഷ്ണൻ എൻഡില്ല. ആശ്ചര്യങ്ങൾക്കാലും എന്തായാലും കൃഷ്ണൻ എൻഡുമില്ല. അതുകൊണ്ട് കൃഷ്ണനും അറിയുന്നില്ല. കൃഷ്ണൻ എല്ലാം അറിയാം, പക്ഷെ കൃഷ്ണൻ എത്രമാത്രം വലുതാണ് കൃഷ്ണൻ അറിയുന്നില്ല. കൃഷ്ണൻ പോലും അറിയുന്നത്. പക്ഷെ നമ്മളത് പറയാൻ കാരണം വെച്ചാൽ കൃഷ്ണൻ എൻഡില്ല എന്നർത്ഥം. എല്ലാം കൃഷ്ണൻ്റെ അല്ലേ, എല്ലാം കൃഷ്ണൻ്റെയാണ്. ശരി, ബീർബലിൻ്റെ പറയുന്നുണ്ട്. ബീർബലിനോട് പറയാണ് അക്ബർ, അതായത് നിങ്ങളെല്ലാം ദൈവത്തെക്കുറിച്ചാണ് റിപ്രൈസ് ചെയ്യുന്നപ്പോഴും ഞാൻ ദൈവത്തിനേക്കാൾ ഗ്രേറ്റാണെന്നുള്ളത് നിങ്ങൾ പറയുന്ന അതിനേക്കാൾ മഹാനാണ് ഞാൻ എന്നുള്ളത് എഴുതി കൊല്ലാൻ പറയും, എഴുതിത്തരാൻ. അദ്ദേഹം ഭയങ്കര പ്രയാസമായി എഴുതാനായിട്ട്. എങ്ങനെയായിരുന്നു? കാരണം ഭഗവാനൊക്കെ വലുത് ഒന്നുമില്ലാന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഗ്രേറ്റാണ് ബാർബറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്നിട്ട് അദ്ദേഹം നെക്സ്റ്റ് ടൈം വന്നപ്പോൾ കോർട്ടിൽ വെച്ച് പറയുന്നുണ്ട്, ചോദിച്ചപ്പോൾ ശരിയാണ് നിങ്ങളെന്നെ ഗ്രേറ്റ് ചെയ്യുന്നു. എങ്ങനെ? അത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ സാമ്പ്രദായത്തിന് വിടാൻ പറ്റും, പക്ഷേ കൃഷ്ണൻ വിചാരിച്ചാൽ സാധിക്കില്ല. നിങ്ങളുടെ സാമ്പ്രദായത്തിന് എന്നെ ഇല്ലാതാക്കാം, വേറെ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് നാട് കടത്താം, പക്ഷേ കൃഷ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരു സ്ഥലത്തേക്ക് നാട് കടത്താൻ പറ്റില്ല എന്ന് അത് പറഞ്ഞു. പറയുന്ന അർത്ഥം എന്താ? എല്ലാം കൃഷ്ണൻ്റെ രാജ്യമാണ്. കൃഷ്ണൻ്റെ രാജ്യത്ത് പുറത്തോടെ പ്രശ്നമില്ല. സ്വർഗ്ഗമായാലും നരകമായാലും സ്പിരിച്വൽ വേൾഡായാലും എല്ലാവരുടെയാണ്, കൃഷ്ണൻ്റെയാണ്. ഇപ്പോൾ കൃഷ്ണനെ അയാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. എല്ലാം കൃഷ്ണൻ്റെ എനർജിയാണ്. സ്വർഗ്ഗമായാലും നരകമായാലും എന്തായാലും ശരി. ഇപ്പം ഇവിടുത്തെ നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡിൽ ഉള്ള പോലെ തന്നെ അതുപോലെ തന്നെ മറ്റുള്ള വേൾഡുകളുണ്ടല്ലോ. ഇപ്പോൾ ഹെവൻലി പ്ലാനറ്റ് വേറെ ഉണ്ട്, ആത്മീയമായിട്ടുള്ള പ്ലാനറ്റുകൾ വേറെ ഉണ്ട്. ഇവിടുന്നൊക്കെ ഇയാളെ പുറത്തേക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. ആ സമയത്ത് അക്ബർ വിചാരിച്ചു കഴിഞ്ഞാൽ അക്ബറെ സാമ്രാജ്യം ഇയാളെ പുറത്താക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നർ അതിൻ്റെ മീനിങ് എന്താ വരുന്നത്? ശരിക്കും ഇന്നർ മീനിങ് വരുന്നത് ഭഗവാനാണ് ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സ്ഥലത്ത് പുറത്താക്കാം. അപ്പോൾ അത്രയും മഹത്താണ് ഭഗവാൻ നടത്തുന്നത്. ഇദ്ദേഹം വിചാരിച്ചാൽ ഇദ്ദേഹം ഈ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ സാമ്രാജ്യത്തിന് പുറത്താക്കാം, വേറെ സ്ഥലത്തേക്ക് വേറെ രാജ്യത്തേക്ക് വിടാം. പക്ഷെ ഭഗവാനെ സാധിക്കില്ല.
അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ശരിക്ക്? എല്ലാം ഭഗവാന്റെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ടോട്ടലി ഭഗവാന്റെയാണ്. അപ്പോൾ അതൊന്നും പുറത്തേക്കാൻ പറ്റില്ല. ഇയാൾക്ക് ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ, ഇയാൾ പുറത്താക്കാവുന്നു. അതിൻ്റെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴെന്ന് വെച്ചാൽ എല്ലാം ഭഗവാന്റെയാണ്. എല്ലാം നമ്മളെ എന്ത് കാണുന്നതിലും. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. എന്താണ്? മമ തേജോ അംശ സംഭവം എന്ന് പറയുന്നത്. എൻ്റെ തേജസ്സിൻ്റെ അംശത്തിൻ്റെയാണ് കാണുന്നതല്ല, തേജസ് കാണുന്നല്ല പറയുന്നത്, തേജസ്സിൻ്റെ ഒരു അംശം മാത്രം. ഇപ്പോൾ നമ്മുടെ ഭഗവാനെ തന്നെ ഒരു തേജസ്സിൻ്റെ തന്നെ ഒരു അംശമല്ലേ നമ്മളിപ്പോൾ ജീവാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരമാത്മാവിൻ്റെ ഒരു ജസ്റ്റ് സ്പാർക്ക്, ഒരു സ്പാർക്കാണ്. അപ്പം ഇങ്ങനെ എൻ്റെ യൂണിവേഴ്സിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഇല്ലേ? ഫാമിലി പ്ലാറ്റിലൊക്കെ ദേവന്മാരുണ്ട്, അവരൊക്കെ ഇവിടെ നമ്മൾ മനുഷ്യന്മാരെ പോലെ ഉണ്ട്. അതിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ നമ്മൾ കിന്നരന്മാരുണ്ട്, അങ്ങനെ പാടുന്ന ആൾക്കാരുണ്ട്, ഗന്ധർവന്മാരുള്ള ഗ്രൂപ്പുണ്ട് ഇല്ലേ? പുരുഷ വളരെയധികം വെറൈറ്റിയാണ് ഇത്. അങ്ങനെ ഈ വെറൈറ്റിയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു പ്ലാനറ്റും വെറുതെ ഉണ്ടാക്കിയിട്ടിട്ടില്ല എന്നർത്ഥം. എല്ലാ പ്ലാനറ്റിനും ഇപ്പോൾ സൂര്യൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് അല്ലേ? അതുപോലെ ചന്ദ്രൻ ഉണ്ടാക്കിയതിന് കാരണമുണ്ട്, എല്ലാവരും കാരണമുണ്ട്. അങ്ങനെ ഈവൻ മിൽക്കി വേസ് നിങ്ങൾ പറയുന്ന ഗാലക്സീസ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ മില്യൺസ് ഓഫ് പ്ലാനറ്റ്സ് അങ്ങനെയുള്ളതാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഈ വരുന്നത് ഭഗവാന്റെ ഒരു അംശത്തിൻ്റെ ഭാഗം മാത്രമാണ്, അംശത്തിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഭഗവാൻ? ഈ ആൾക്കാർ ബ്ലെയിം ചെയ്യുന്ന ആരെയാണ് ബ്ലെയിം ചെയ്യണമെന്ന് നോക്കൂ. പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, ഇവൻ പെട്ടെന്ന് 10ാമത്തെ സ്കന്ധത്തിൽ കിടക്കും, എന്നിട്ട് പറയും കൃഷ്ണൻ ചെയ്ത് ശരിയായില്ല, മറ്റുള്ള സ്ത്രീകളായിട്ട് എന്തായി രാസലീല നടത്തിയത്. അവരുടെ ജീവനിരിക്കുന്നത് കൃഷ്ണനായിരിക്കുന്ന കാരണം അതിൻ്റെ അകത്ത് കൃഷ്ണൻ ഓൾറെഡി ഉണ്ട്. കൃഷ്ണൻ തന്നെ ആ ജീവാത്മാവിൽ കൃഷ്ണനായിട്ടിരിക്കുന്നുണ്ട്. പരമാത്മാ രൂപത്തിൽ എല്ലാവരുടെ അകത്തും കൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. അപ്പം അവർ കൃഷ്ണൻ തന്നെ ഒരു പാർട്ടാണ്, ഒരു അംശമാണ് അത് ശരിക്കും. പിന്നെ കൃഷ്ണനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഒരിക്കലും സാധിക്കുന്ന സംഭവമല്ല അത്. പറയുന്ന ആൾക്കാർ വെച്ചാൽ റിയലി എന്താണ് അതിൻ്റെ ഒറിജിനൽ കാര്യം ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ ഡിസ്പ്യൂട്ട് കൊണ്ടുവരുന്നത്. ഒന്നും അറിയാത്ത ആൾക്കാർ, ഒട്ടും പേരില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് കുറേ ആൾക്കാരൊക്കെ. പക്ഷേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ഗ്രാമറോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്താ അറിയണം ശരിക്ക്? കൃഷ്ണനെ സുപ്രീമെന്ന് മാത്രം അറിഞ്ഞാൽ മതി, കൃഷ്ണ ഭജിച്ചാൽ മാത്രം മതി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത. എന്താ പറയുന്നത്? ബുദ്ധി ആൾക്കാരെയാണോ പറയുന്നത്? എന്താ പറയുന്നത്? മൂഢന്മാരെ എന്ന്. മൂഢമത്തെ ബുദ്ധി ആൾക്കാരെ ഓടി ഭജിക്കുന്നുണ്ട്, അവരോട് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ കാര്യം അവരോട് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആരോടെ പറയുന്നത്? മൂഢന്മാരോട് പറയുന്നത്. അവരോട് ശങ്കര ആചാര്യ ശരിക്ക് കൃഷ്ണ ഭജിക്കാത്ത മൂഢന്മാരോടായി പറയുന്നു എന്നല്ല, ആരായാലും ശരി, വളരെ ക്ലിയറായിട്ടാണ് പറയുന്നത്. അത് അവരെന്താ കഴിയില്ലാത്ത ആളുകളാണോ? അവർ ഈവൻ സന്യാസിമാരുണ്ട്, ലിബറേഷൻ, ഈ മെറ്റീരിയൽ വേൾഡിൽ ലിബറേഷൻ കിട്ടിയ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കത് സാധിക്കുന്നുണ്ടോ? കൃഷ്ണ ഭജിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ എന്താ ശങ്കരാചാര്യ ഫർദർ പറയുന്നുണ്ട്, ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം, ഒറ്റ ശാസ്ത്രങ്ങളുള്ളൂ. ശാസ്ത്രം മറ്റില്ലാതല്ല, അതാണ് ശാസ്ത്രമല്ല, ദേവകി പുത്രഗീതം. ദേവകിയുടെ പുത്രൻ്റെ അത് ഗീതം എന്തല്ലോ, അതാണ് ഏകം. അതിപ്പോൾ ഏകോ ദേവ, ഒറ്റ ദേവനേ ഉള്ളൂ, ദേവകി പുത്രദേവ. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി, ഒറ്റ മന്ത്രം മാത്രമേ ഉള്ളൂ, ആ ആളുടെ പേരാണ് ശങ്കരാചാര്യ പറഞ്ഞു. അപ്പോൾ അത്രയും മഹത്തായിട്ടുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഈവൻ ബ്രഹ്മാവിന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് കൃഷ്ണൻ്റെ എന്തുമാത്രം യശസ് എന്താണെന്നുള്ളത്. ആ കൃഷ്ണൻ അത്രയും മഹത്തായ കൃഷ്ണൻ പറയുന്ന ഇതിൽ ഉദ്ധവരോട് പറയുന്നുണ്ട്, നാ തഥാമേ പ്രിയതമ, എനിക്ക് പ്രിയതമനായിട്ട് അങ്ങനെയുള്ള അത്ര ആൾക്കാരൊന്നുമില്ല, അത്ര ആരുമില്ല. എന്നിട്ട് പറയാം, നാ തഥാമേ പ്രിയതമോ
ആത്മയോനി എന്ന ശങ്കര. ആത്മയോനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവ്. എനിക്ക് ബ്രഹ്മാവിനൊന്നും അത്ര സ്നേഹമൊന്നുമില്ല, ശങ്കരനോടും എനിക്കില്ല അത്ര. നച്ചശ്രീ ലക്ഷ്മിയുടെയോടും എനിക്ക് അത്ര ഒന്നുമില്ല. നച്ചസ്ത്രീ എത്ര നിന്നോട് സ്നേഹമുണ്ടെന്നുള്ളത്. എൻ്റെ ആത്മാവിനോടും പറയണ്ട. എൻ്റെ ആത്മാവിനോട് എന്നെ തന്നെ എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ അത്രമാത്രം നിന്നെയാണ് എനിക്കിഷ്ടം. ഭഗവാന്റെ ഒരു ഡിവോട്ടി ഉദ്ധവഗീതയിൽ പറയുന്നുണ്ട് കറക്റ്റ്. നാഥധാമ പ്രിയതമ ആത്മയോനിന്ന് ശങ്കര നശ്രീ ന ആത്മ. ഭഗവാന്റെ സ്വന്തം പോലും എനിക്ക് എൻ്റെ സ്വന്തം പോലും എനിക്ക് അത്ര ഇഷ്ടമല്ല. യഥാ തഥാ ഭവാൻ എന്തുമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നു, ഭവാനെ ഞാൻ എന്തുമാത്രം, അങ്ങേ ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു, അതുപോലെ ഞാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇതൊരു ഭക്തനാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണൻ പറയാൻ എൻ്റെ ഭക്തരെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഭക്തരെ കോണ്ടാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്നെ കിട്ടും. വേറെ ഒന്നല്ല പറയാൻ പോകുന്നത്, അതാണ്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വീണ്ടും കൃഷ്ണൻ്റെ വിഭൂതിയോഗത്തിലുള്ള ശ്ലോകം വായിച്ചിട്ട് നമുക്ക് അതെങ്കിലും ഭഗവാനെ പറയാൻ കഴിയും. ഹരേ കൃഷ്ണ.